നമസ്കാരം. ചെന്നൈയിലെ മഹാലിംഗപുരം അയ്യപ്പൻ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണുള്ളത്. ചെന്നൈയിലെ നുങ്കമ്പാക്കത്തുള്ള മഹാലിംഗപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോടമ്പാക്കം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ചെന്നൈയിലെ ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രം കൂടിയാണിത്. ആയിരത്തി 1974 മാർച്ച് മാസം ശബരിമല തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇവിടെ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠ നടത്തി. 1980 ജൂൺ മാസം ധ്വജപ്രതിഷ്ഠയും മാളികപ്പുറത്തമ്മയുടെ വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി. പിന്നീടിവിടെ 1990 കൃഷ്ണശിലയിൽ നിർമ്മിച്ച ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പ്രതിഷ്ഠ നടത്തി. അങ്ങനെ ഭക്തരുടെ മറ്റൊരു സ്വപ്നം കൂടി സാക്ഷാത്കാരമായി. ധനുമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം. കൊടിയേറ്റോടെ ആരംഭിച്ച് ഉത്രം നക്ഷത്രത്തിൽ ആറാട്ടോടെ സമാപിക്കുന്നു. ശബരിമല തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുന്നത്. കേരള വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പൂജാരിമാരെല്ലാം കേരളത്തിൽ നിന്നുമുള്ളവരാണ്. ഇവിടെ ഒരേ ക്ഷേത്ര സമുച്ചയത്തിൽ 2 സന്നിധികളിലായി അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും ദർശിക്കാൻ സാധിക്കും. അഷ്ടമിരോഹിണി നാളിൽ വിപുലമായ ചടങ്ങുകളാണ് നടത്തിവരുന്നത്. ഇവിടെ വിവാഹം, ചോറൂണ്, തുലാഭാരം കൂടാതെ മണ്ഡല മകരവിളക്ക് സമയത്തും മാസപൂജകൾക്കുമായി ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ ഇവിടെ നിന്നും കെട്ടുനിറച്ച് ഇരുമുടിയുമേന്തി ശബരിമലയിലേക്ക് പോകുന്നു. ഓണം, വിഷു, മണ്ഡല മകരവിളക്ക് തുടങ്ങിയ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ദിവസേന നിരവധി മലയാളികളാണ് ഇവിടെ ദർശനം നടത്തുന്നത്. ചെന്നൈ മലയാളികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ക്ഷേത്രം.